അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്ത് സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 7 ശുബ്ഹാത്തുൻ വ ജവാബുഹ, ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തത് വഖാല ആഖറൂൻ, മറ്റു ചിലർ പറഞ്ഞു, ഇദാ കാനൽ ഇഖ്തിലാഫു ഫിദ്ദീനി മൻഹിയൻ അൻഹു, ദീനിൽ മതത്തിൽ അഭിന്ന വീക്ഷണങ്ങൾ നിരോധിക്കപ്പെട്ടതാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിൽ, ഫമാദാ തഖൂലൂന ഫി ഇഖ്തിലാഫി സ്വഹാബത്തി വൽ അഇമ്മത്തി മിൻ ബഅദിഹിം, അപ്പോൾ സഹാബാക്കളുടെയും അവർക്ക് ശേഷമുള്ള ഇമാമുകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ താങ്കൾ എന്ത് പറയും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? വഹൽ സമ്മത ഫർഖുൻ ബൈന ഇഖ്തിലാഫിഹിം വഖ്തിലാഫി ഗൈരിഹിം മിനൽ മുതഅഖിരീന, സഹാബാക്കളുടെയും ഇമാമുകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളും പിൽക്കാലക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? അവിടെ വല്ല വ്യത്യാസമുണ്ടോ? ഫൽ ജവാബു, അപ്പോൾ അൽബാനി റഹ്മഹുല്ല പറയാണ് അതിന് മറുപടി, നാം, അതെ ഉണ്ട്. ഹുനാക ഫർഖുൻ കബീറുൻ ബൈനൽ ഇഖ്തിലാഫൈൻ, പിൽക്കാലക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും മുൻകാലക്കാരായിട്ടുള്ള സഹാബാക്കളുടെയും ഇമാമുകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. വയദ്ഹറു ദാലിക ഫീ ഷൈഅൈൻ, അത് രണ്ട് കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിൽ ഒരു ഒന്നാമത്തെ കാര്യം സബബുഹു, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അതായത് മുൻകാലക്കാരുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം, വൽ ആഖറു അസറുഹു, അതിൻ്റെ തഅ്സീർ, ഇതൊരു സബബാണ് എന്ന് പറയുന്നു. അമ്മ ഇഖ്തിലാഫു സഹാബത്തി, അപ്പോൾ സഹാബാക്കളുടെ അഭിപ്രായ വ്യത്യാസം, ഫഇന്നമാ കാന അൻ ദറൂറത്തിൻ, അത് നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അതായത് വഖ്തിലാഫിൻ തബീഇയ്യിൻ, നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, മിൻഹും, അവരിൽ നിന്ന്, ഫിൽ ഫഹ്മി, മനസ്സിലാക്കുന്ന, അവർ ഗ്രഹിച്ച വിഷയത്തിൽ, അവരുടെ ഗ്രാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലാ ഇഖ്തിയാറൻ മിൻഹും ലിൽ ഖിലാഫി, ഭിന്നതയ്ക്ക് വേണ്ടി അവരിൽ നിന്ന് തിരഞ്ഞെടുത്തതായിരുന്നില്ല, അത് അവരായിട്ട് തിരഞ്ഞെടുത്ത ഭിന്നതയായിരുന്നില്ല. യുദാഫു ഇലാ ദാലിക ഉമൂറുൻ ഉഖ്റ, അതിലേക്ക് മറ്റു കാര്യങ്ങൾ കൂടി ചേർക്കപ്പെടുന്നു. കാനത്ത് ഫി സമനിഹിം, അവരുടെ കാലത്തുണ്ടായ, ഇൽതസമത്ത് ഇഖ്തിലാഫും, ആ ഭിന്ന വീക്ഷണങ്ങൾ ലറൂറിയായി നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. ആ നിർബന്ധമാക്കിയ സാഹചര്യങ്ങൾ, നെസസിറ്റി ചെയ്ത, സുമ്മ സാലത്ത് മിൻ ബഅദി, പിന്നെ അവർക്ക് ശേഷം അത് നീങ്ങുകയും ചെയ്തു. വമിസ്ലു ഹാദൽ ഇഖ്തിലാഫ്, ഇപ്രകാരമുള്ള അഭിപ്രായ ഭിന്നതകൾ ലാ യുംകിനുൽ ഖലാസു മിൻഹു കുല്ലിയ, അത് പൂർണ്ണമായിട്ടാണ് ഇല്ലാതാക്കൽ, മുക്തമാകുക അതിൽ നിന്ന് എന്നത് സാധ്യമല്ല. വലാ യൽഹഖു അഹ്ലഹു അദ്ദമ്മു അൽ വാരിദു ഫിൽ ആയാത്തി സാബിഖ, നേരത്തെ പറഞ്ഞ ഖുർആൻ സൂക്തങ്ങൾ വന്നിട്ടുള്ള ആക്ഷേപം അവർ അതിന് അർഹരല്ല. അപ്പോൾ ഖുർആൻ ഭിന്നവീക്ഷണങ്ങൾ ദീനിലുണ്ടാക്കുന്നതിനെ ദമ്മ് ചെയ്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ആക്ഷേപം ഈ അഭിപ്രായ വ്യത്യാസത്തിന് ബാധകമല്ല. സഹാബാക്കളുടെ വമാഫി മാനഹ, അതിൻ്റെ ആശയത്തിൽ വന്നിട്ടുള്ള ലി അദ്മി തഹഖുഖി ഷർത്തിൽ മുആഖദത്തി വഹുവ അൽ ഖസ്ദു അവൽ ഇസ്റാറു അലൈഹി, എന്തുകൊണ്ട് അത് ആക്ഷേപാർഹമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല എന്ന് പറഞ്ഞത്? കാരണം അവിടെ ഉദ്ദേശ്യവും, അതായത് ഭിന്നത ഉണ്ടാവണമെന്ന ഉദ്ദേശ്യം, അല്ലെങ്കിൽ അതിൽ ഇസ്റാർ, അതിൽ കണ്ടിന്യൂ ചെയ്യണം, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന ഉദ്ദേശ്യവും ഇല്ലാത്തതിനാൽ അവിടെ ശിക്ഷയുടെ, ഖുർആൻ ഭിന്നവീക്ഷണക്കാർക്ക്, ഭിന്നത ഉണ്ടാക്കുന്നവർക്ക് വെച്ചിട്ടുള്ള ശിക്ഷ ഉണ്ടല്ലോ, അതിൻ്റെ ആ നിബന്ധന സാക്ഷാത്കരിച്ചിട്ടില്ല എന്നതിനാൽ, എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ ഭിന്നത ഉണ്ടാകണം, അതിന്മേൽ തുടരണം എന്നൊരു ഉദ്ദേശ്യത്തിൽ ആയിരുന്നില്ല എന്നതാണ്. അമ്മൽ ഇഖ്തിലാഫുൽ ഖായിമു ബൈനൽ മുഖല്ലദത്തി, എന്നാൽ ഇപ്പോൾ മദ്ഹബുകൾ പിന്തുടരുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നത എന്നത് ഫലാ ഉദ്റ ലഹും ഫീഹി ഗാലിബൻ, സാധാരണഗതിയിൽ അവർക്ക് ഉദ്റില്ല, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. ഫഇന്ന ബഅദഹും ഖദ് തതബയ്യന ലഹുൽ ഹുജ്ജത്തു മിനൽ കിതാബി വസ്സുന്ന, അവരിൽ ചില ആളുകൾക്ക്, ചില മുഖല്ലിദീങ്ങൾക്ക്, മദ്ഹബുകൾ പിന്തുടരുന്ന മുഖല്ലിദീങ്ങൾക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും നിന്നും അവർക്ക് ഹുജ്ജത്ത്, തെളിവ് വിവരിച്ചു കൊടുക്കുന്നു. വഅൻഹ തുഅയ്യിദു അൽ മദ്ഹബൽ ആഖർ അല്ലദീ ലാ യതമദ്ഹബു ബിഹി ആദ, എന്നിട്ട് അവർ പിന്തുടരാത്തൊരു മദ്ഹബിനെ ആയിരിക്കും ചിലപ്പം ആ തെളിവ്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർക്ക് വ്യക്തമാക്കി കൊടുത്ത തെളിവ്
ചിലപ്പോൾ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഫയദഉഹ ലാലിഷയിൻ, അവരൊരു കാര്യമില്ലാതെ എന്ത് ചെയ്യുന്നു, ആ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായ തെളിവിനെ അവർ ഉപേക്ഷിക്കുന്നു. ഇല്ലാ ലി അന്നഹ ഖിലാഫ മദ്ഹബി, എന്ത് കാരണം കൊണ്ട്? അത് അവരുടെ മദ്ഹബിനെതിരാണ് എന്നതുകൊണ്ട് മാത്രം. ഫക അന്നൽ മദ്ഹബ ഇൻദഹു ഹുവൽ അസ്ൽ, അപ്പോൾ അവരുടെ വീക്ഷണത്തിൽ എന്താണ്, മദ്ഹബാണ് അടിസ്ഥാനം എന്ന പോലെ തോന്നും. ഔ ഹുവ ദീനുല്ലദി ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് എന്ന് തോന്നിപ്പോകും. രൂപത്തിലാണ് ആ രൂപത്തിൽ അവരുടെ പ്രവർത്തനം. വൽ മദ്ഹബുൽ ആഖറു ഹുവ ദീനുൻ ആഖറു മൻസൂഹ്, മറ്റേ മദ്ഹബ് ഉണ്ടല്ലോ, ആ വിഷയത്തിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർക്ക് തെളിവ് നൽകപ്പെടുകയും അതവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു, ആ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് മൻസുഹായ ദീനാണ്, ഡിലീറ്റ് ചെയ്യപ്പെട്ട വിധിയാണ് എന്ന്. ആഖറൂന മിൻഹും അലൽ നഖീദ് മിൻ ദാലിക്, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് മറുവശം മറ്റൊരു കൂട്ടരുണ്ട്. ഫൈന്നഹും യറൗന ഹാദിഹിൽ മദാഹിബ അലാമ ബൈനഹ മിൻ ഇഖ്തിലാഫിൻ വാസിഅൻ, ഈ മദ്ഹബിലെ വ്യത്യസ്ത വീക്ഷണങ്ങൾ വിശാലമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് അവർ കാണുന്നു. കശറാഇൻ മുതഅദ്ദിദത്തിൻ, വ്യത്യസ്ത ശറകൾ പോലെ. കമാ സറഹ ബിദാലിക, അതുകൊണ്ട് വ്യക്തമാക്കിയതുപോലെ ബഅദു മുതഅഖിരിഹിം അവരിൽപ്പെട്ട ചില പിൽക്കാലക്കാർ. അപ്പോൾ ഇഖ്തിലാഫ് വാസിയായ ചില കാര്യങ്ങൾ ഇല്ല ആവില്ല. അപ്പോൾ വ്യക്തമായിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും രസമായിട്ടൊരു സംഗതി വന്നിട്ടില്ല. വ്യത്യസ്ത വീക്ഷണങ്ങളാണെങ്കിലും മുജ്തഹിദുകൾക്കിടയിലുണ്ട് താൻ, അവിടെ ഇജ്മാ ഒന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വാസിയായ നിലപാട് സ്വീകരിക്കുക എന്ന് പണ്ഡിതന്മാർ വേറെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്, സലഫി പണ്ഡിതന്മാരൊക്കെ. ലാ ഹറജ അലൽ മുസ്ലിമി അൻ യഖുദ മിൻ അയ്യിഹ മാ ശാഅ വയദഅ മാ ശാഅ ഇതിൽ കുല്ലു ശർഉ. അപ്പോൾ ചില ആളുകളുടെ വീക്ഷണം എന്താണ്, മുസ്ലിമിന് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് അയാൾ ഉദ്ദേശിച്ചത് സ്വീകരിക്കുന്നത് കുഴപ്പമില്ല, അയാൾ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം, കാരണം എല്ലാം ഷറഅ തന്നെയാണ് എന്ന്. വഖദ് യഹ്തജു ഹഉലായി, ഇക്കൂട്ടർ തെളിവെടുക്കുന്നത് എന്താണ്, വഹഉലായി അലാ ബഖാഇഹിം ഫിൽ ഇഖ്തിലാഫി ബിദാലിക്കൽ ഹദീസിൽ ബാത്തിൽ. നേരത്തെ പറഞ്ഞ വ്യാജമായ ഹദീസ് ഉണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിലെ ഇഖ്തിലാഫ് ഭിന്ന വീക്ഷണങ്ങൾ അത് അഭിപ്രായ വ്യത്യാസം റഹ്മത്താണെന്ന് പറഞ്ഞ ഹദീസ്, ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന ഹദീസ്. കസീറമ്മാ സമിഅനാഹും യസ്തദില്ലൂന ബിഹി അലാ ദാലിക്, അധികം ആളുകളും ഇത് തെളിവാണ് പിടിക്കുന്നത്, ഇതാണ് തെളിവ്. വയുഅല്ലിലു ബഅ്ദുഹും ഹാദൽ ഹദീസ, ചിലർ പിന്നെ ഈ ഹദീസിന് അതിനൊരു കാരണവും പറയുന്നു, എന്ത്, ഇന്നൽ ഇഖ്തിലാഫ ഇന്നമാ കാന റഹ്മ ലിഅന്ന ഫീഹി തൗസിഅത്തുൻ ലൽ ഉമ്മ, ഭിന്നത എന്നത് അനുഗ്രഹമാണ്, കാരണം അത് ഉമ്മത്തിന് വിശാലത കിട്ടും എന്നതാണ്. വമാ അന്ന ഹാദ തഅലീല മുഖാലിഫുൻ ലിസുരീഹിൽ ആയാത്തിൽ മുഖദ്ദിമ തഖദ്ദം, നേരത്തെ പറഞ്ഞ മുൻകടന്നു പോയ ആയത്തുകൾ, വ്യക്തമായ ആയത്തുകൾക്ക് എതിരാണ് ഇവർ ഈ പറയുന്ന കാരണം എങ്കിൽ പോലും. അതേപോലെ ഫഹ്വ കലിമാത്തിൽ അയിമ്മത്തി സാബിഖ, മുന്നേ നമ്മൾ ഇമാമുകളുടെ വചനങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളടക്കത്തിനും. കാരണം അവരൊക്കെ പറഞ്ഞ എന്താണ്, എൻ്റെ വീക്ഷണം, ഞാനൊരു വീക്ഷണം പറഞ്ഞാൽ അതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നിങ്ങൾക്ക് സ്ഥിരപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾ അത് സ്വീകരിക്കണം, എൻ്റെ തള്ളണം എന്നാണല്ലോ ഇമാമുകൾ പറഞ്ഞത്. അല്ലാതെ അവരുടെ ഭിന്ന വീക്ഷണത്തിൽ തുടരണം എന്നല്ലല്ലോ. ഫഖദ് ജാഅ അൻ-നസ്സു അൻ ബഅദിഹിം ബിറദ്ദിഹി, അത് ഖണ്ഡിച്ചുകൊണ്ട് അവരിൽ ചിലരിൽ നിന്ന് നസ്സായിട്ട് വന്നിട്ടുണ്ട്. ഖാല ഇബ്നുൽ ഖാസിം പറയുന്നു, സമിഅ്തു മാലികൻ വല്ലൈസ് യഖൂലാനി ഫി ഇഖ്തിലാഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയത്തിൽ മാലിക് റഹിമഹുല്ലാ, ലൈസ് റഹിമഹുല്ലാ, ഈ മഹാപണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, ലൈസ കമാ ഖാല നാസ് ഫിഹി തവസ്സുഅ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വഹാബാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ വിശാലത ഉണ്ട് എന്ന് ജനങ്ങൾ പറയുന്ന പോലെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, ലൈസ കദാലിക്, അപ്രകാരമല്ല, ഇന്നമാ ഹുവ ഖതഉൻ വസ്വാബ്. അപ്പോൾ സഹാബാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയുണ്ട് തെറ്റുണ്ട് എന്നതാണ് ശരി, അതല്ലാതെ എല്ലാം ശരിയാണെന്നല്ല, സഹാബാക്കളെ അഭിപ്രായങ്ങളൊക്കെ ശരിയാണെന്നല്ല. കാരണം സഹാബാക്കളൊക്കെ മുജ്തഹിദുകളാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇപ്പം വേറെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു മുജ്തഹിദ് അയാൾ ഒരു വിഷയത്തിൽ സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു, ഗവേഷണം നടത്തി, ഇജ്തിഹാദ് നടത്തി, അതിലയാൾക്ക് ശരി സംഭവിച്ചാൽ, ശരിയിലേക്കാണെത്തിയാൽ അയാൾക്കൊരു 2 കൂലി, തെറ്റിലേക്കാണെത്തിയെങ്കിലോ 1 കൂലി,
എന്താ ശ്രമിച്ചല്ലോ, ആ ശ്രമിച്ചതിന് കൂലി, തെറ്റിയെങ്കിൽ പോയി വരും. അപ്പോൾ അവിടെ തെറ്റ് സംഭവിക്കുമെന്നാണ് മുജ്തഹിദിന്. അപ്പോൾ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം മുജ്തഹിദുകൾക്കിടയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂന്നഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. പക്ഷേ മറ്റേ മുജ്തഹിദുകൾ എന്തായി, അവർ ശരിയിലേക്ക് എത്തിയില്ല. പക്ഷെ അതുകൊണ്ട് അവർ കുറ്റക്കാരാവില്ല. അപ്പോൾ അതിനെ തഖ്ലീദ് ചെയ്യുന്നവർ അവർക്ക് കൃത്യമായിട്ട് തെളിവ് ബോധ്യപ്പെടാതെ മറ്റേ തെളിവ്, ശരിയായ തെളിവ് പറഞ്ഞ ആളുടെ ഇതിനെ ബോധ്യപ്പെടാതെ അവർ മറ്റൊരു മുജ്തഹിദിൻ്റെ, തെറ്റ് പറഞ്ഞ മുജ്തഹിദിൻ്റെ അഭിപ്രായം പിന്തുടർന്നാൽ അതിന് ഇവരും കുറ്റക്കാരല്ല. പക്ഷേ ഒരു മുഖല്ലിദ് അയാളൊരു മദ്ഹബ് പിന്തുടരുന്നു, അയാൾക്ക് മറ്റേ മദ്ഹബിലെ തെളിവാണെന്ന് കൃത്യം ശരിയെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു, എന്നിട്ടും ഞാനിപ്പോൾ ഈ മദ്ഹബിലെ, അപ്പോൾ ഞാൻ ഇതിൽ തുടരാം എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. വഖാല അഷ്ഹാബ് എന്നവർ പറയുന്നു, സുഇല മാലിക്കുൻ അമ്മൻ അഖദ ബി ഹദീസിൻ ഹദ്ദസഹു സിഖത്തുൻ അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ നിന്ന് സിഖത്തായ ആളുകൾ ഉദ്ധരിച്ച അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബൊക്കെ സിഖത്താണ്. അവരിൽ നിന്ന് മറ്റു സിഖത്തായ ആളുകൾ ഉദ്ധരിച്ച വിഷയത്തിൽ മാലിക് റഹ്മത്തുള്ളാഹി അവരോട് ചോദിക്കപ്പെട്ടു, അത്തറാഹു മിൻ ദാലിക ഫീസ, അതിലൊക്കെ വിശാലത ഉണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിച്ചു, സിഖത്തായ ആളുകൾ തന്നെ ഉദ്ധരിച്ചു. സിഖത്ത് തന്നെ അവരമ്പാർഹാൻ. അപ്പോൾ മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇല്ല വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഹത്താ യുസീബ അൽ ഹഖ്, അവൻ സത്യത്തിലേക്ക് എത്തിപ്പെടുന്നവരെ, അല്ലെങ്കിൽ സത്യം സ്വവാബിലേക്ക് എത്തിപ്പെടുന്നവരെ. മൽ ഹഖ് ഇല്ല വാഹിദ്, സത്യം ഒന്നല്ലാതില്ല, ഒരു സത്യം ഉണ്ടാവുള്ളൂ. കൗലാനി മുഖ്തലിഫാനി യകൂനാനി സ്വവാബൻ ജമിയ, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രണ്ടും കൂടി ശരിയാകുക അതുണ്ടാവില്ല. മൽ ഹഖ് വസ്വാബു ഇല്ല വാഹിദ്, ഹക്കും സ്വവാബും ശരിയും സത്യവും ഒന്ന് മാത്രമേ ഉണ്ടാവൂ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട്. വഖാല അൽ മുസ്നി സ്വാഹിബുൽ ഇമാം ഷാഫി, ഇമാം ഷാഫിയുടെ സ്വാഹിബ് ശിഷ്യനായ മുസ്നി എന്നിവർ പറയുന്നു, വഖദ് ഇഖ്തലഫ സ്വഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ വ്യത്യസ്ത വീക്ഷണത്തിലായി പല വിഷയങ്ങളിലും. ഫഖത്തഅ ബഅ്ദുഹും ബഅ്ദഹ, ചിലരെ തെറ്റായിട്ട് കണ്ടു, ചില സഹാബാക്കൾ മറ്റു ചില സഹാബാക്കളുടെ നിലപാടുകളെ തെറ്റായിട്ട് മനസ്സിലാക്കി. വനദറ ബഅ്ദുഹും ഫി അഖാവീൽ ബഅ്ദിൻ വതഅഖബഹ, ചിലർ മറ്റു ചിലരുടെ വീക്ഷണങ്ങളിൽ അത് പരിശോധിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തു. വലൗകാന ഖൗലുഹും കുല്ലുഹു സവാബൻ ഇൻദഹും ലമാ ഫഅലു ദാലിക്, എല്ലാ അഭിപ്രായങ്ങളും ശരിയായിരുന്നെങ്കിൽ അവരെ ചെയ്യില്ലായിരുന്നു, എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മറ്റൊരു സാഹിബിൻ്റെ അഭിപ്രായത്തെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. വഅളിബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, മിൻ ഇഖ്തിലാഫി ഉബയ്യ് ഇബ്നു കഅബ് വഇബ്നു മസ്ഊദ് ഫി സ്വലാത്തി ഫി തൗബിൽ വാഹിദ്, ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ ഹുക്മിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപിച്ചു. ഇത് ഖാല ഉബയ്യ് പറഞ്ഞ സന്ദർഭം, ഇന്ന സ്വലാത്ത ഫി തൗബിൽ വാഹിദി ഹസൻ ജമീൽ, ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് നല്ല കാര്യം, നല്ല ഹസനാണ്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ്, ഇന്നമാ കാന ദാലിക വസിയാബ് ഖലീല, അത് വസ്ത്രം കുറവുള്ള കാലത്തായിരുന്നു, അല്ലെങ്കിൽ കുറവുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുക, രിദായോടുകൂടി മേൽവസ്ത്രം കെട്ടിട്ട് നിസ്കരിക്കുക, അങ്ങനെ അതാണ് രണ്ട് വീക്ഷണങ്ങൾ. അത് യഥാർത്ഥത്തിൽ ശരി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തോടായിരുന്നു യോജിച്ചതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അല്ലാഹു അലം പെർഫെക്റ്റായിട്ട് നിസ്കരിക്കുന്നത് തന്നെയാണ് അഫ്ളൽ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഇവിടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിനെ പിന്താങ്ങുന്നുണ്ട്. അത് പക്ഷേ അത് അനുവദനീയമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം. കാരണം രണ്ട് വസ്ത്രം ഉണ്ടെങ്കിൽ പോലും ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാം എന്ന നിലപാടാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കണം. അതേസമയം രണ്ട് വസ്ത്രം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ തോളൊക്കെ മറച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാകൂല എന്ന വീക്ഷണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി അവർക്കൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ അത് സ്വഹീഹാകുമെങ്കിൽ പോലും ആ ചെയ്യുന്നത് ഹറാമാന്നുള്ള വീക്ഷണം അങ്ങനെയും റിപ്പോർട്ട് ഉണ്ട്. ഏതായാലും ഇവിടെ വിഷയം എന്താണ്, ഫഖറജ ഉമറു മുഗ്ളബൻ, ദേഷ്യപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഫഖാൽ, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയാം,
ഇഖ്തലഫ റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ഉള്ള രണ്ടാളുകൾ ഭിന്ന വീക്ഷണത്തിലാവുകയോ മിമ്മൻ യുൻദറു ഇലൈഹി വയുഖദു അൻഹു, ആരിൽ നിന്നാണോ നോക്കപ്പെടുന്നത്, ആരിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുന്നത്, ആരിലേക്കാണോ നോക്കപ്പെടുന്നത്, ആരിൽ നിന്നാണ് സ്വീകരിക്കപ്പെടുന്നത്. കാരണം ജനങ്ങൾ ദീനിന് വേണ്ടിയിട്ട് ദീനി വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് പരിഗണിക്കുന്ന ആളുകൾ ആരിൽ നിന്നാണോ സ്വീകരിക്കുന്നത്, ആ സഹാബാക്കൾ അവർ രണ്ട് അഭിപ്രായം പറയോ എന്ന് പറഞ്ഞിട്ട് ഉബൈ കോപിച്ചു. വഖദ് സ്വദഖ ഉബയ്യുൻ, ഉബൈ പറഞ്ഞ സത്യം, ഉബൈ സത്യം പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? പിന്നെ ഉമർ അള്ളാഹു പറഞ്ഞു. വലം യഖുൽ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മടങ്ങിയില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് നല്ലതിലേക്ക് മടങ്ങിയില്ല എന്നും ഖൈറിലേക്ക് മടങ്ങിയില്ല എന്നൊക്കെ കാണുന്നുണ്ട്. വലാകിൻ ലാ അസ്മഉ അഹദൻ യഖ്തലിഫു ഫീഹി ബഅദ മഖാമി ഹാദാ ഇല്ലാ ഫഅൽതു ബിഹി കദാ വകദാ. പക്ഷേ ഞാനുണ്ടല്ലോ ഈ വിഷയത്തിൽ ഇനി എൻ്റെ ഈ സ്റ്റാൻഡിന് ശേഷം വ്യത്യസ്ത വീക്ഷണം പറഞ്ഞ് തർക്കിക്കുന്നവർ അവരുടെ വിഷയത്തിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷിക്കുന്നോ അല്ലെങ്കിൽ അത് എതിർക്കുന്നോ ഉള്ള വീക്ഷണത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫത്തുൽ ബാരിയിലാണ് എന്ന് തോന്നുന്നു, പിന്നെ ഒരു ഇബാറത്ത് ഇങ്ങോട്ട് കണ്ടു, എവിടെ ഓർക്കുന്നില്ല. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ ഈ സൗബുൽ വാഹിദ് നിസ്കരിക്കുക അതിനെ പിന്താക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് ജവാസാണ്, അനുവദനീയമാണ് എന്ന വീക്ഷണം അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമാണ്. അതല്ലാതെ സൗകര്യപ്പെടുന്ന ആൾ പിന്നെ തോളൊക്കെ മറച്ച് പെർഫെക്റ്റായിട്ട് നിസ്കരിക്കുന്നത് തന്നെയാണ്, പെർഫെക്റ്റായിട്ട് വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നത് തന്നെയാണ് ഉത്തമം എന്ന്. ഇനി ഇമാം മുസ്ലിം വീണ്ടും പറഞ്ഞ വേറൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്, ഇതേപോലത്തെ ഒരു വിഷയം. അതാണ് നിൽക്കട്ടെ അടുത്തത്. ഇമാം മാലിക്. ഇനി ഒരാൾ ചോദിക്കുക, അൽബാനി പറയുന്നു, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ രണ്ട് സത്യം ഉണ്ടാവില്ല, ഒറ്റ സത്യം ഉണ്ടാവുള്ളൂ എന്ന് ഒരു വിഷയത്തിൽ. അന്നൽ ഹഖ വാഹിദുൻ, ഒറ്റ സത്യം ഉണ്ടാവുള്ളൂ, സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ. വലാ യതഅദ്ദദു, അത് പല എണ്ണം ഉണ്ടാവില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് മാ ജാഅ ഫീ കിതാബിൽ മദ്ഖൽ ഫിഖ്ഹി, മദ്ഖൽ വന്നത് ഇമാം മാലിക്കിൻ്റെ ഉദ്ധരണിയായിട്ട് വന്ന ഒരു സംഗതി, അത് വെച്ചിട്ട് എന്നെ ഗണ്ണിക്കുകയാണ് എങ്കിൽ അൽബാനി പറയണം എന്താണ് അതിൽ മദ്ഖൽ വന്നത്. വലഖദ് ഹമ്മ അബൂ ജഅഫർ അൽ മൻസൂർ ثم الرشيد من بعده أن يختار مذهب الإمام مالك وكتابه الموطأ قانونا قضائيا للدولة العباسية. അബ്ബാസി ഭരണകൂടത്തിൽ അബൂ ജാഫർ മൻസൂറും അദ്ദേഹത്തിന് ശേഷം റഷീദ് എന്നിവരും ഇമാം മാലിക്കിൻ്റെ മദ്ഹബ് സ്വീകരിക്കാനും അതേപോലെ മുവത്ത അത് അബ്ബാസി ഭരണകൂടത്തിൽ രാജ്യത്തിൻ്റെ പിന്നെ വിധി അത് പ്രകാരമാകുക, ഫിഖ് രാജ്യത്തിൻ്റെ ഫിഖ് അത് പ്രകാരമാകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഫ നഹാഹുമ മാലിക്കുൻ അൻ ദാലിക്, അത് മാലിക് റഹ്മഹുല്ലാഹ് എന്ത് ചെയ്തു? നിരോധിച്ചു. അതായത് മാലിക് റഹ്മഹുല്ലാഹ് ഉന്നതനായ പണ്ഡിതനാണല്ലോ, അദ്ദേഹത്തിൻ്റെ മുവത്ത എന്ന കിതാബ് അനുസരിച്ച് മാത്രമാകട്ടെ ഇനി നമ്മുടെ ഭരണകൂടത്തിൽ വിധി എന്ന് ഫിഖഹിൻ്റെ മസാലകൾക്ക് അങ്ങനെ അത് മാത്രം അവലംബിച്ചാൽ മതി എന്ന് ആര് പറഞ്ഞു? അബൂ ജാഫർ മൻസൂർ എന്നവരും അദ്ദേഹത്തിന് ശേഷം റഷീദ് എന്നവരും ഈ രണ്ട് ഉമറാക്കളും ഖലീഫമാരും പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? മാലിക് റഹ്മത്തുള്ളാഹി അത് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ കിതാബ് അവലംബാക്കുക അദ്ദേഹത്തിൻ്റെ കിതാബ് എന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ന സുഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഇഖ്തലഫു ഫിൽ ഫുറൂഇ, ശാഖാപരമായിട്ട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. വതഫറഖു ഫിൽ ബുൽദാൻ, രാജ്യങ്ങളിൽ അവർ വ്യത്യസ്ത നിലപാടുകളാണ്, അവർ പലയിടത്തുമായിട്ട് കിടക്കുക. കുല്ലൻ മുസ്ലിമുൻ, അപ്പോൾ കടന്നിരുന്നു അപ്പോൾ എന്താണ് അവരിലെല്ലാവരും ഉള്ളത് ശരി തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. പക്ഷേ ഇവിടെ അൽബാനി പറയുന്നത് കുല്ലുൻ മുസീബ് എന്നുള്ള ഈ പ്രയോഗം അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം മുവത്തയെ അബ്ബാസി ഭരണകൂടത്തിൻ്റെ മൊത്തം കിതാബായിട്ട് വേറൊരു ഫിഖ് ഗ്രന്ഥം വേണ്ട, വേറെ അഭിപ്രായം വേണ്ട എന്ന നിലപാടിനെ മാലിക് റഹ്മത്തുള്ളാഹി എതിർത്തിട്ടുണ്ട്. കാരണം എന്താണ്? മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തല്ലല്ലോ അസ്ല്, കിതാബും സുന്നത്തുമാണ്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞതാണ് ചിലപ്പോൾ ശരിയെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് ആണ് അദ്ദേഹം എതിർത്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാത്തിനും ശരിയുണ്ട് എന്ന അർത്ഥത്തിലല്ല. വഖൂലു, ഞാൻ പറയുന്നു, അതായത് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന ഹാദിഹിൽ ഖിസ്സത്ത് മഅറൂഫത്തുൻ മഷ്ഹൂറത്തുൻ അൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം മാലിക്കിൽ നിന്ന് അറിയപ്പെട്ട പ്രസിദ്ധമായിട്ടൊരു കഥയാണിത്. ലാക്കിൻ പക്ഷേ ഖൗലുഹു ഫി ആഖിരി, ഇതിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കുല്ലും മുസീബ്, എല്ലാവരിലും സത്യമുണ്ട്, എല്ലാവർക്കും ശരിയാണ്, എല്ലാവർക്കും ശരിയാണെന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. മിമ്മാ ലാ അഅലമു ലഹു അസ്ലൻ ഫി ഷൈഇൻ മിൻ റിവായാത്തി,
ഒരു റിപ്പോർട്ടുകളിലും അതിന് അടിസ്ഥാനമുള്ളതായി ഞാൻ കണ്ടില്ല. വൽ മസാദിറുല്ലത്തി വഖഫ്തു അലിഹ, ഞാൻ നോക്കിയ റെഫറൻസുകളിലൊന്നും അള്ളാഹു ഇല്ല റിവായത്തൻ വാഹിദ, ഒറ്റ റിപ്പോർട്ട് ഒഴികെ അഖ്റജഹ അബൂ നുഐം ഫിൽ ഹില്യ, ഹില്യത്തിൽ വന്ന റിപ്പോർട്ട് ബിസ്നാദിൻ ഫിഹി അൽ മിഖ്ദാം ഇബ്നു ദാവൂദ്, മിഖ്ദാം ഇബ്നു ദാവൂദ് എന്നൊരാൾ ഉള്ള പരമ്പരയിൽ വഹുവ, അയാളാണെങ്കിലോ മിമ്മൻ ഔർദഹും അദ്ദഹബി ഫി ദുഅഫ, ദഹബി ദുഅഫായാണ് അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുള്ളത്, അതാണ് ദുർബലനാണ്. ഓ മാതാരിക്ക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇന്ന ലഫ്ലഹ, അദ്ദേഹത്തിൻ്റെ ലഫ്ല എന്താണ്, വകുല്ലുൻ ഇൻദ നഫ്സിഹി മുസീബുൻ, ഓരോരുത്തരും അവരവരുടെ വീക്ഷണത്തിൽ ശരിയാണെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞായിട്ട് അതിലുള്ളത്. ആകെ ഒരു റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ഭാഗം ഉള്ളത്. അതിൽ തന്നെ ഉള്ളത് ഇതേപോലെയല്ല. എങ്ങനെ ഇവിടെ പറഞ്ഞ വക്കുല്ലും മുസീബ് എന്നല്ല, മദ്ഹല്ല് പറഞ്ഞ പോലെയല്ല, എല്ലാവരും ശരിയാണെന്നല്ല. വക്കുല്ലുൻ ഇൻദ നഫ്സിഹി മുസീബ്, എല്ലാവരും അവരവരുടെ വീക്ഷണത്തിൽ ശരിയാണ്. ഇപ്പോൾ കൗലുഹു ഇൻദ നഫ്സിഹി, അപ്പോൾ ഇൻദ നഫ്സിഹി അവരവരുടെ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞത് യദുല്ലു അല അന്ന റിവായത്തിൽ മദ്ഹലി മദ്ഹൂലത്തുൻ, മദ്ഹലിലുള്ള ആ റിപ്പോർട്ട് മദ്ഹൂലത്താണ്, ആ ഭാഗം അതിൽ കയറിക്കൂടിയതാണ്. കൈഫലാത്തക്കൂന കദാലിക, അങ്ങനെ അല്ലാതെ എങ്ങനെ ആവും. വഹിയ മുഖാലഫത്തുൻ ലിമാ റവാഹു സിഖാത്തു അനിൽ ഇമാം മാലിക്, ഇമാം മാലിക്കിൽ നിന്ന് അവലംബാർഹരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിനെതിരാണത്. എന്താണ് നേരത്തെ പറഞ്ഞത്, അന്നൽ ഹഖ വാഹിദുൻ, സത്യം ഒന്ന് മാത്രം, ലാ യതഅദ്ദദു, അത് പല എണ്ണം ഉണ്ടാവില്ല, കമാ സബഖ ബയാനു, അതിൻ്റെ വിശദീകരണം മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ അല്ലാതെ വരൂലല്ലോ. വഅലാ ഹാദാ കുല്ലുൽ അയിമ്മത്തി മിന സ്വഹാബത്തി വത്താബിഈന വൽ അയിമ്മത്തിൽ അർബഅത്തിൽ മുജ്തഹിദീന വഗൈരിഹിം, ഈ നിലപാടായിരുന്നു എല്ലാ ഇമാമുകൾക്കും, സഹാബാക്കൾക്കും താബികൾക്കും 4 മുജ്തഹിദുകളായിട്ടുള്ള ഇമാമുകൾക്കൊക്കെ എന്ന്. ഖാല ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറയുന്നു, വലൗ കാന സ്വവാബു ഫി വജ്ഹൈനി മുതദാഫിഈൻ, ശരി രണ്ട് വീക്ഷണങ്ങൾ ഒപ്പോസിംഗ് ആയിട്ടുള്ള എതിർ ആയിട്ട് രണ്ട് വീക്ഷണങ്ങൾ, അത് രണ്ടും ശരിയായിരുന്നെങ്കിൽ മാ ഖത്ത അസ്സലഫു ബഅ്ളുഹും ബഅ്ള, സലഫ് സ്വാലിഹീങ്ങൾ അവരിൽ ചിലരെ തെറ്റി എന്ന് പറയില്ലായിരുന്നു. ഫി ഇജ്തിഹാദിഹിം, അവരുടെ ഇജ്തിഹാദിൽ, വഖളാഇഹിം, അവരുടെ വിധിയിൽ, വഫത്വാഹും, അവരുടെ ഫത്വകളിൽ, വന്നദറു യബ അൻ യകൂന ഷൈഉ വളിദ്ദുഹു സവാബ. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു നിലപാടും അതിൻ്റെ ഓപ്പോസിറ്റും രണ്ടും ശരിയാകുക എന്നുള്ളത് ഒരിക്കലുമില്ല എന്നാണ്. വലഖദ് അഹ്സന മൻ ഖാൽ, ഇത് പറഞ്ഞ ആൾ പറഞ്ഞത് ശരിയാ, കവി. ഇസ്ബാതു ളിദ്ദൈനി മഅൻ ഫീ ഹാലിൻ അഖ്ബാഹുമാ യഅതി മിനൽ മുഹാലി, പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരേ സമയം രണ്ട് ഓപ്പോസിറ്റ്സ് ഒന്നിക്കൂല, അത് മുഹാലാണ്, മുഹാലായിട്ട് വരുന്നതിൽ, അസംഭവ്യമായിട്ട് വരുന്നതിൽ ഏറ്റവും മോശമാണ്. ഫൈൻ ഖീല, ഇനി പറയപ്പെട്ടാൽ ഇതാ സബത്ത അന്ന ഹാദിഹി റിവായത്ത ബാത്തിലത്തുൻ അനിൽ ഇമാം, ഇമാമിൽ നിന്ന് മാലിക് റഹ്മത്തുള്ളാഹി അവர்களிൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ശരിയാന്ന് പറഞ്ഞ റിപ്പോർട്ട് തെറ്റാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ, ഫലിമാദ അബാ അൽ ഇമാം അൽ മൻസൂർ അൻ യുജമ്മിഅ അന്നാസ അലാ കിതാബിഹിൽ മുവത്ത വലം യുജിബുഹു ഇലാ ദാലിക. പിന്നെ മൻസൂർ എന്ന് പറഞ്ഞ ഭരണാധികാരി ഖലീഫ, അദ്ദേഹം മുവത്ത എന്ന കിതാബിലേക്ക് ജനങ്ങളെ ഒരുമിപ്പിക്കാനും വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനനുകൂലമായിട്ട് ഇമാം മാലിക് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ഫാഖൂൽ, അതിന് ഞാൻ പറയുന്നത്, അഹ്സനു മാ വഖഫ്തു അലൈഹി മിൻ റിവായത്തി മാ ദക്കറഹുൽ ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു കസീർ വിഷയത്തിൽ പറഞ്ഞതിലേക്കാണ് ഏറ്റവും ശരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഷറഹു ഇഖ്തിസാർ ഉലൂമുൽ ഹദീസ് എന്ന് വഹുവ അന്നൽ ഇമാമ മാലിക്കൻ ഖാല, എന്താണ് മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇന്നൻ നാസ ഖദ് ജമഉ വത്തലഉ അലാ അഷ്യാഇൻ ലം നത്ലു അലൈഹാ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പല വിഷയങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്, അവർക്ക് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. വദാലിക മിൻ തമാമി ഇൽമിഹി വ ഇൻസാഫി, ഇത് അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ പൂർണ്ണതയും മിതത്വവുമാണ്. കമാ ഖാല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുവത്ത അതുമാത്രമാണ് ശരി എന്ന നിലക്ക് അബ്ബാസി ഭരണകൂടത്തിൻ്റെ ഗ്രന്ഥമായിട്ട് അതിനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. കാരണം വ്യത്യസ്ത വീക്ഷണങ്ങൾ ചിലപ്പോൾ ശരിയുള്ളതുണ്ടാവാലോ നബിയിൽ നിന്ന് കിട്ടിയത്, അതുകൊണ്ടാണ്. ഫസബത്ത, അപ്പോൾ സ്ഥിരപ്പെട്ടു എന്താണ്, അന്നൽ ഖിലാഫ ഷർറുൻ കുല്ലുഹു, അഭിപ്രായ വ്യത്യാസം എന്ന് തിന്മയാണ്. വലൈസ റഹ്മ, അത് അനുഗ്രഹമല്ല. വലാകിൻ മിൻഹു മാ യുആഖദു അലൈഹി അൽ ഇൻസാൻ, മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അതിൽ ഖിലാഫിൽ മുതഅസ്സബത്തിൽ മദാഹിബ്,
മദ്ഹബിൻ്റെ അസബിയത്ത് ബാധിച്ചവർക്ക് അഭിപ്രായ വ്യത്യാസം പറയാം. മദ്ഹബിൽ വർഗീയത അമിന്നു മാലായു ആഹദു അലി. എന്നാൽ ശിക്ഷിക്കപ്പെടാത്ത ഭിന്നതയുണ്ട്. ഭിന്നത നല്ലതൊന്നുമല്ല, ശിക്ഷിക്കപ്പെടാത്ത ഭിന്നതയും ശിക്ഷിക്കപ്പെടുന്ന ഭിന്നതയുണ്ട്. ഖിലാഫി സ്വഹാബത്തി വമൻ താബഅഹും മിനൽ അയിമ്മത്തി. സ്വഹാബാക്കളുടെയും അവരെ പിന്തുടർന്ന താബികളുടെയും ഭിന്നത പോലെ. അപ്പോൾ ഇവിടെ മദ്ഹബിലെ ഭിന്നത ശിക്ഷിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളൊരു മദ്ഹബ് സ്വീകരിച്ചു, അയാൾക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് നസ്സായിട്ട് ബോധ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് നബിചര്യയിൽ നിന്ന് ബോധ്യപ്പെട്ടു തൻ്റെ മദ്ഹബ് ശരിയല്ല എന്ന്. ആ വിഷയത്തിൽ മൊത്തത്തിൽ ശരിയല്ല, അങ്ങനെ സംഭവം ഉണ്ടാകില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? ഞാൻ ആ മദ്ഹബുകാരനാണല്ലോ എന്ന് വിചാരിച്ചാൽ ആത്മഹത്യ തന്നെ കടിച്ചു തൂങ്ങുക. അതാണ് ശിക്ഷാർഹം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മദ്ഹബ് സ്വീകരിക്കുന്നതിനെയല്ല, അന്ധമായി തക്കലീസ് ചെയ്യുന്നതിനെയാണ്. ഹശർനല്ലാഹു ഫി സുംറത്തിഹിം വഫഖന ലിഅത്ബാഇഹിം. അവരുടെ, അതായത് സഹാബാക്കളുടെ, താബികളുടെ ഒക്കെ സലഫ് സ്വാലിഹ്യങ്ങളുടെ അവരുടെ സുംറത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ, അവരെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫളഹറ അന്ന ഇഖ്തിലാഫ സ്വഹാബത്തി ഹുവ ഗൈറു ഇഖ്തിലാഫിൽ മുഖല്ലദത്തി. അപ്പോൾ അന്ധമായി മദ്ഹബുകളെ തഖലീദ് ചെയ്യുന്നവരുടെ ഇഖ്തിലാഫ് പോലെയല്ല സഹാബാക്കളുടെ ഇഖ്തിലാഫ്. അത് പിന്നെ അങ്ങനെ ശിക്ഷാർഹമായ ഒരു ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം അല്ല എന്ന്. ഇനി ഖുലാസത്തുഹു